അന്ധനായ കലാകാരൻ. ഒരു ഗ്രാമത്തിൽ രാഘവ് എന്ന ഒരു കുശവൻ ഉണ്ടായിരുന്നു. അവൻ വളരെ മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അയാൾക്ക് അതിനനുസരിച്ചുള്ള വരുമാനമൊന്നും ആ പാത്രങ്ങൾ വിറ്റ് കിട്ടിയിരുന്നില്ല. അത് കാരണം അദ്ദേഹത്തിന്റെ വീട്ടുചെലവുകളെല്ലാം വളരെ കഷ്ടിയായാണ് നടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം രാഘവ് തന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു: എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പണി നിർത്തി വേറെന്തെങ്കിലും ചെയ്യണമെന്നാണ്. അവന്റെ ഭാര്യ ഒരു ഉത്തരവും നൽകിയില്ല. അവർ ഒന്നും മിണ്ടാതെ നിന്നു. അത് കണ്ടപ്പോ രാഘവ് പറഞ്ഞു: ശരി, എനിക്ക് നിന്റെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലായി. രാഘവന്റെ ഭാര്യ ഒന്നും പറഞ്ഞില്ല. കാരണം അവൾക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: തന്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന ഈ പാത്രങ്ങൾ വിറ്റ് വീട്ടുകാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അവൾക്കും തോന്നുന്നുണ്ടായിരുന്നില്ല. രാഘവും ഭാര്യയും രാത്രിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷേ രാഘവന് ഉറക്കം ഒട്ടും വന്നില്ല. അയാൾ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് തന്റെ പണിയോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. തന്റെ ജോലി ഉപേക്ഷിക്കാൻ അയാൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്റെ വീട്ടുചെലവുകൾ നടക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അടുത്ത ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയോട് ഇങ്ങനെ പറഞ്ഞു: മേഘന, ഞാനൊരു ജോലി അന്വേഷിച്ച് പോവുകയാണ്. മേഘന പറഞ്ഞു: ശരി, താങ്കൾ പോയി വരൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. രാഘവന് അറിയില്ലായിരുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്ന്. അവൻ ഒരു ജോലി അന്വേഷിച്ച് പരിഭ്രാന്തനായി റോഡിലൂടെ നടക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അതിലൂടെ പോയൊരു കാർ ഇടിച്ച് അദ്ദേഹത്തിന് ഗുരുതരമായ അപകടം സംഭവിച്ചു. അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി. അപ്പോൾ തന്നെ മേഘനയും അവിടെ എത്തിച്ചേർന്നു. മേഘന ഡോക്ടറോട് ചോദിച്ചു: എന്തു പറ്റി ഡോക്ടർ? രാഘവന് എന്തു പറ്റി ഡോക്ടർ? ഡോക്ടർ പറഞ്ഞു: ഒരു വിധത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് കേട്ടതും മേഘന ആകെ പരിഭ്രാന്തിയായി കരയാൻ തുടങ്ങി. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു: ഇത് എന്താണ് ഡോക്ടർ പറയുന്നത്? താങ്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഒരു ഉപായവുമില്ലേ? രാഘവന് കാഴ്ച കിട്ടാൻ ഒരു മാർഗവുമില്ലേ? ഡോക്ടർ പറഞ്ഞു: അതൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് 7-8 ലക്ഷം രൂപ ചെലവുണ്ട്. മേഘന ചിന്തിച്ചു: ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസയൊന്നുമില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുക? അവൾ തന്റെ സുഹൃത്തുക്കളോട് സഹായം അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവരെ ഫോണിൽ വിളിച്ചു: എനിക്ക് 7 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. എന്തെങ്കിലും ചെയ്തൊന്ന് തരാൻ പറ്റുമോ? പക്ഷേ ആരും അവൾക്ക് അത്രയും പൈസ നൽകാൻ തയ്യാറായില്ല, ഒരാളുപോലും. അവൾ വളരെ ദുഃഖിതയായി തീർന്നു. അവൾ രാഘവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാഘവ് വളരെ ദുഃഖിതനായി തീർന്നു. അവന് നടക്കാനും മറ്റും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അയാൾ നടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴുക പതിവായിരുന്നു. ഒരുപാട് മുറിവുകളും സംഭവിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മേഘന വീട്ടുചെലവുകൾക്കായും മരുന്നുകൾ വാങ്ങാനുമായും ഒക്കെ ഒരു ഹോട്ടലിൽ ജോലിക്കായി ചേർന്നു. അവൾ എന്നും ജോലിക്ക് പോകും. ഇവിടെ രാഘവ് ഒരു ദിവസം പാത്രങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ആ ജോലി വളരെ ഇഷ്ടമായിരുന്നു. അത് ചെയ്യാതെ അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ സങ്കടവാനായിരുന്നു. ഒന്നും മുഴുമിപ്പിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ അവൻ അവന്റെ പണിസ്ഥലത്ത് ചെന്ന് പണി ആരംഭിച്ചു. അവൻ ഒരു പാത്രം നിർമ്മിക്കാൻ ശ്രമിച്ചു. അങ്ങനെ വളരെ ഭംഗിയുള്ള കുറേ പാത്രങ്ങൾ അയാൾ ഉണ്ടാക്കി. മേഘന വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇതെല്ലാം കണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. എന്നിട്ട് അത്ഭുതത്തോടെ രാഘവനോട് ചോദിച്ചു: രാഘവ്, ഈ പാത്രങ്ങളൊക്കെ നിങ്ങളാണോ ഉണ്ടാക്കിയത്? രാഘവ് പറഞ്ഞു: അതെ, അതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ. മേഘനയ്ക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു: നിങ്ങൾ കാഴ്ചശക്തി പോലുമില്ലാതെ ഇത്രയും മനോഹരമായ പാത്രങ്ങൾ നിർമ്മിച്ചോ? ഒരു ദിവസം രാഘവ് വാർത്ത കേൾക്കുകയായിരുന്നു. അതിൽ കുശവന്മാരുടെ ഒരു മത്സരത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ വിജയിക്കുന്നവർക്ക് 7 ലക്ഷം രൂപയാണ് സമ്മാനം എന്നാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാർത്ത കേട്ടതും അയാൾക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ആലോചിച്ചു: എനിക്ക് എന്തായാലും ഈ മത്സരത്തിൽ പങ്കെടുക്കണം. പക്ഷേ അയാൾ വീണ്ടും ദുഃഖിതനായി. പക്ഷെ എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ. ഞാൻ എങ്ങനെയാ പാത്രങ്ങൾ ഉണ്ടാക്കുക? എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല.
ഇതും പറഞ്ഞുകൊണ്ട് അയാൾ നിരാശനായി അവിടെയിരുന്നു. അപ്പോൾ മേഘന പറഞ്ഞു, താങ്കൾ കാഴ്ചശക്തി ഇല്ലാതെ എത്രയും മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കി. എന്തായാലും മത്സരത്തിന് നിങ്ങൾ തീർച്ചയായും പങ്കെടുക്കണം രാഘവ്. എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ തന്നെ വിജയിക്കുമെന്ന്. ഇത് കേട്ട രാഘവ് മേഘനയോട് പറഞ്ഞു. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ വിജയിക്കുക? മേഘന പറഞ്ഞു, ഒരിക്കൽ ശ്രമിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ രാഘവ് സമ്മതിച്ചു. അയാൾ മത്സരത്തിൽ പങ്കെടുത്തു. അദ്ദേഹം പാത്രങ്ങൾ നിർമ്മിക്കുന്ന പരിശീലനത്തിലായിരുന്നു. രാത്രിയും പകലും കഠിനമായി അധ്വാനിച്ച് ഒരുപാട് മനോഹരമായ പാത്രങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. മത്സരത്തിൽ എല്ലാവരുടെയും പാത്രങ്ങൾ പ്രദർശിപ്പിച്ചു. പക്ഷേ എല്ലാവരെക്കാട്ടിലും വളരെ മികച്ചത് രാഘവിന്റെ തന്നെയായിരുന്നു. അങ്ങനെ മത്സരത്തിൽ രാഘവ് 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. പക്ഷേ 2ാം സ്ഥാനത്ത് എത്തിയത് രമൺ എന്നു പേരുള്ള ഒരാളായിരുന്നു. രമൺ ഇത് കണ്ട് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, ഇതിലെന്തോ വലിയ ചതിയുണ്ട്. ഇവന് കണ്ണു കാണാൻ സാധിക്കില്ല. പിന്നെ അവൻ എങ്ങനെയാണ് ഇത്രയും മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കിയത്? ഇവൻ ആരുടെയോ സഹായം തേടിയിരിക്കുന്നു. 1ാം സ്ഥാനം എനിക്ക് തന്നെയാണ് വേണ്ടത്. ഇനി ഇവനാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവൻ ഈ പാത്രങ്ങൾ വീണ്ടും ഉണ്ടാക്കണം. രാഘവ് അവന്റെ വാക്കുകൾ സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ എന്നാ ശരി, നിങ്ങൾ എനിക്ക് കളിമണ്ണും അതിന്റെ പാത്രങ്ങൾ തരൂ. ഞാൻ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി കാണിക്കാം നിങ്ങൾക്ക്. രാഘവ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വളരെ സുന്ദരമായ പാത്രങ്ങൾ നിർമ്മിച്ചു. ഇത് കണ്ട് എല്ലാവരും അമ്പരപ്പെട്ടു. രമൺ താൻ പറഞ്ഞ വാക്കുകൾ ഓർത്ത് ലജ്ജിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ചതിയിലൂടെ 1ാം സമ്മാനം നേടി എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഈ പണത്തിന്റെ വളരെ അത്യാവശ്യമുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പണം കൊണ്ടുപോയില്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടും. രാഘവ് വളരെ ദയാലുവായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം രമണിനോട് പറഞ്ഞു, ഇതാ ഈ പണം പിടിച്ചോളൂ. ചെന്ന് നിങ്ങളുടെ അച്ഛന് ചികിത്സ നൽകൂ. രമൺ പറഞ്ഞു, വളരെ വളരെ നന്ദിയുണ്ട്. നിങ്ങൾ നല്ലൊരു കലാകാരനും നല്ല ഹൃദയത്തിനുടമയുമാണ്. രമൺ ആ പൈസയുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷേ അപ്പോഴേക്കും വളരെ നേരം വൈകിയിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞുപോയി. രമൺ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, എൻ്റെ പിതാവിൻ്റെ കണ്ണുകൾ എനിക്ക് വേറെ ആർക്കെങ്കിലും ദാനം ചെയ്യാൻ സാധിക്കുമോ? ഡോക്ടർ പറഞ്ഞു, തീർച്ചയായും പറ്റും. രമൺ ഡോക്ടറോട് രാഘവിനെ ഫോൺ വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ രാഘവിനെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി കണ്ണ് ദാനം ചെയ്യാൻ ഒരാളെ കിട്ടിയെന്ന്. അതും ഒരു പൈസ പോലും ചെലവില്ലാതെ. ഇത് കേട്ട് രാഘവ് ഒരുപാട് സന്തോഷവാനായി. എന്നിട്ട് തന്റെ ഭാര്യയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഓപ്പറേഷന് ശേഷം രാഘവിന് തന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. എന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, മേഘന എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴേക്കും രമൺ അവിടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ താങ്കളുടെ പണം. രാഘവ് രമണിനോട് പറഞ്ഞു, പക്ഷേ ഇത് താങ്കൾക്ക് അത്യാവശ്യമായിരുന്നില്ലേ, താങ്കളുടെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്? രമൺ പറഞ്ഞു, അതെ, അത്യാവശ്യമായിരുന്നു. പക്ഷെ ഞാൻ എത്തിയപ്പോഴേക്കും വൈകി. അപ്പോഴേക്കും എൻ്റെ പിതാവ് മരണത്തിന് കീഴ്പ്പെട്ടിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ കണ്ണ് നിനക്ക് ഉപകാരമായല്ലോ. അത് കേട്ട് രാഘവ് വളരെ സങ്കടത്തിലായി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നന്ദിയുണ്ട് രമൺ. രമൺ പറഞ്ഞു, അതിന് നന്ദിയുടെ എന്താ ആവശ്യം? നീ എനിക്ക് വലിയ ഉപകാരമല്ലേ ചെയ്തത്. അതിന് പ്രത്യുപകാരമാണ് ഞാനീ ചെയ്തത്. അങ്ങനെ രാഘവന് വീണ്ടും കാഴ്ച കിട്ടി. അങ്ങനെ അദ്ദേഹം തന്റെ കുശവപ്പണി വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. മേഘന ഹോട്ടൽ ജോലിയും തുടർന്നു. അവർ രണ്ടുപേരും കൂടി ചേർന്ന് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി സന്തോഷമായി ജീവിച്ചു. അവർ പിന്നീട് ഒരു സന്തുഷ്ട കുടുംബമായി മാറി. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഒരു കഥയും മിസ്സാകില്ല. അപ്പോൾ അടുത്ത കഥയിൽ കാണാം. ബൈ.